ഈ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ഞങ്ങൾ ചോദിച്ച നിങ്ങളോടെല്ലാം പറഞ്ഞു, ഗവൺമെൻറ് ചർച്ചയ്ക്ക് വിളിക്കുന്ന ആളുകളാണ് ആരെയൊക്കെ വിളിക്കണം തീരുമാനിക്കുന്നത്, ഞങ്ങളെ മാത്രമല്ല എന്ന് പറഞ്ഞു. ഞങ്ങളതിന് സ്വാഗതം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ ചർച്ചയിൽ കഴിഞ്ഞ 2 ചർച്ചയിൽ നടന്നതുപോലെ ഓണറേറിയത്തിൻ്റെ വർധനവിനെ സംബന്ധിച്ചും വിരമിക്കൽ ആനുകൂല്യം നൽകുന്നതിനെ സംബന്ധിച്ചും ഒരു തീരുമാനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ദീർഘമായി ചർച്ച ചെയ്തു. ഒരു കമ്മിറ്റിയെ വയ്ക്കുന്നതിനെക്കുറിച്ചാണ് ആരോഗ്യമന്ത്രി ഒരു നിർദ്ദേശം വെച്ചത്. അതിനെ ഞങ്ങളൊഴിച്ച് ബാക്കിയുള്ള മുഴുവൻ യൂണിയനുകളും ആ കമ്മിറ്റി എന്ന നിർദ്ദേശത്തെ അംഗീകരിച്ചു. ഞങ്ങൾ അംഗീകരിക്കാത്തതിന് പ്രധാനപ്പെട്ട കാരണം 1000 രൂപയിൽ നിന്നും 7000 രൂപയാക്കി ഓണററി വർദ്ധിപ്പിച്ചത് ഏതെങ്കിലും ഒരു കമ്മിറ്റി തീരുമാനിച്ചിട്ടല്ല, അങ്ങനെ കമ്മിറ്റി കൂടിയിട്ടല്ല. അപ്പോൾ 53 ദിവസമായി സമരം ചെയ്യുന്നു. ഞങ്ങൾ ഡിമാൻഡ് നോട്ടീസ് കൊടുത്തിട്ട് അതിനും എത്രയോ ദിവസമായി. അപ്പോൾ 2 മാസം പിന്നിടുകയാണ്. ഈ സമയം വരെ അത്തരത്തിലൊരു ആലോചന നടത്താനോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയെ വെക്കേണ്ടതാണെന്നോ നമ്മളെ ഒരു ചർച്ചയ്ക്കും അത് പറഞ്ഞിരുന്നില്ല. ഇന്ന് 53 ദിവസം സമരം പിന്നിടുകയും 15 ദിവസം സ്ത്രീകളിങ്ങനെ നിരാഹാരം കിടക്കുകയും വെയിലത്തും മഴയത്തും ഇരിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ പറയുന്ന ഒരു കമ്മിറ്റിയെ വെക്കാം, IAS ഉദ്യോഗസ്ഥനടക്കമുള്ള ഒരു കമ്മിറ്റിയെ വെച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നതിന് ശേഷം പരിഗണിക്കാമെന്ന് പറയാം. പിടിവാശിയല്ല, 21,000 രൂപയിൽ പിടിവാശി നിൽക്കുന്നു എന്ന് പറഞ്ഞത് ശരിയല്ല. ഞങ്ങൾ കേവലം 10,000 രൂപയാക്കി ഇപ്പോൾ വർദ്ധിപ്പിക്കണം, അതിനെ മാറ്റണം എന്ന് പറയുന്ന ആ ഡിമാൻഡ് പോലും അംഗീകരിക്കുവാൻ തത്വത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്.